സാർ അവരെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ജില്ലാ മണ്ഡല ഭാരവാഹികൾക്കും അതിലുപരി എന്റെ മുന്നിലുള്ള ഓരോ പാചക തൊഴിലാളി സഹോദരന്മാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതാക്കന്മാരെ, സംസ്ഥാന നേതാക്കന്മാരെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. MP വളരെ ഒരു 11 മണിക്കാണ് നമ്മൾ കൊടുത്ത സമയം. മൂപ്പർക്ക് പല പരിപാടി ഉണ്ടായതുകൊണ്ട് വന്ന് തിരിച്ചു പോയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ആദ്യമായിട്ട് MP സാറോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ചെറിയ ട്രാഫിക്കിന്റെ പ്രശ്നം കൊണ്ട് നമ്മളെ യാത്ര നമ്മൾ വിചാരിച്ച പോലെ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് വളരെയധികം വിഷമങ്ങളുണ്ടായി സാറിന് പറ്റിയ ഇതിലെ ഞങ്ങളെല്ലാവരും. ഈ മഹാമാരിയുടെ കാലത്ത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം എന്നാണ് പറയുന്നത്. പാരതന്ത്ര്യം മരണത്തെക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. 1897 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ അടച്ചു. ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാലൊരു ചൊല്ലുണ്ട്. കണ്ണൂർ ജില്ലയിലോട്ട് പോകാൻ കാസർഗോഡുകാർക്ക് കഴിയുന്നില്ല. അതുപോലെ കണ്ണൂർ ജില്ലക്കാർക്ക് കോഴിക്കോട്ട് പോകാൻ പറ്റില്ല. തോമസ് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്കൊരു 3 മാസത്തോളം കോവിഡ് മഹാമാരിയുടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും രാത്രിയിൽ ആഹാരമൊക്കെ തന്നത്. കാര്യം ഹോട്ടലുകളൊന്നും ഇല്ല, വീട്ടിൽ പാചകക്കാരില്ല. അതുകൊണ്ട് പള്ളിയിലാണ് ഞാൻ ആഹാരം കഴിച്ചത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടാക്കി ആഹാരം പാചകം ചെയ്ത് സൗജന്യമായി 2 പ്രാവശ്യമാണ് കവളപ്പാറയിൽ ദുരന്തമുണ്ടായി. ആ ദുരന്ത ബാധിതരെ സ്ഥലത്ത് പോയിട്ട് അവർക്ക് ആഹാരം വെച്ചു കൊടുക്കുന്ന ജോലിയും തുത്യർഹമായി പാചക തൊഴിലാളികൾ നിർവഹിച്ചു. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഒരു ഗ്രാമം മൊത്തം വൈപ്പ് ഔട്ട് ചെയ്തു പോയൊരു കാര്യമാണ് ചൂരന്മലയിലും മുണ്ടക്കയിലും നടന്നത്. ഇത് പരമ്പരാഗതമായ ഒരു തൊഴിലാണ്. വേൾഡിലെ നിയമം അനുസരിച്ച് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ 1 മണിക്കൂർ ജോലി ചെയ്താൽ അയാളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണമെന്നാണ് നമ്മുടെ നിയമം. പക്ഷെ പാചക തൊഴിലാളികൾ 1 മണിക്കൂറല്ല, ചിലപ്പോൾ രാവും പകലുമില്ലാതെ അവരധ്വാനിക്കുന്നവരാണ്. പക്ഷെ ഇതുവരെ അവരെ തൊഴിലാളികളായിട്ട് തൊഴിലാളികൾ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും നിസ്സാരമല്ല. മാത്രമല്ല, കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡുകൾ, നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്ന ആ സ്റ്റൈഫൻഡും കിട്ടുന്നില്ല. മാത്രമല്ല, അനാവശ്യമായി പലരെയും സംഘടന കൊണ്ട് ശക്തരാകുക മാത്രമല്ല, നമുക്കറിയാം ഇന്ന് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ളൊരു കാലമാണ്. ഇപ്പൊ നമ്മുടെ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ എത്രയോ ദിവസമായി ഇവിടെ സമരം ചെയ്യുന്നു. സംഘടിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലമില്ലാത്തതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് 234,000 രൂപ കിട്ടണമെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ 10 പരിപാടി അവർ പൂർത്തിയാക്കണം. അങ്ങനെ പൂർത്തിയാക്കാൻ എല്ലാ ആശാ വർക്കർമാർക്കും കഴിയില്ല. അതുകൊണ്ട് 234 രൂപ വെച്ച് കിട്ടുന്ന പണത്തിൽ ചിലപ്പോൾ 6,000 ആകാം, 5,000 ആകാം, 7,000 തികച്ചു കിട്ടിയ പോലും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ പച്ചക്കറി വേണേ വാഗൺ വരണം, പഴവർണ്ണം വേണേ വാഗൺ വരണം, അല്ലെങ്കിൽ ട്രക്കുകൾ വരണം. അപ്പോ എന്തിനും ഏതിനും അന്യ സംസ്ഥാനത്തുകളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളം, ആ കേരളത്തിൽ ഇത്തരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളുടെ ശക്തി പ്രകടനമൊക്കെ നടത്തി. ശക്തി പ്രകടനത്തിൽ വന്ന ആളുകളൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയതല്ലാതെ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച നോട്ടീസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ജീവിതത്തിൽ ആദ്യമായി ഒരു MP
ആശാ വർക്കർമാരെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരായി അംഗീകരിക്കണമെന്നും അവർക്ക് ശമ്പളവും പെൻഷനും ഏർപ്പെടുത്തണമെന്ന് ആദ്യമായി റെസൊല്യൂഷൻ കൊണ്ടുവന്നത് കാസർഗോഡ് MP ആയ ഞാനാണ്. പക്ഷെ ഇന്ന് വരെ ഇപ്പൊ തന്നിരുന്നെങ്കിൽ ഞാൻ കേരള ഗവൺമെന്റിന് അയച്ചു കൊടുക്കുമായിരുന്നു. കേരള ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തും. ഇനി പാർലമെന്റിൽ ഇത് വിഷയം അവതരിപ്പിക്കേണ്ടി വന്നാൽ അത് അവതരിപ്പിക്കാനുള്ള സന്ദർഭം ഞാൻ ഉണ്ടാക്കുമായിരുന്നു. എന്തായാലും നിങ്ങളുടെ തൊഴിലാളികളായി അംഗീകരിച്ചു കിട്ടിയാൽ ഒരു തൊഴിലാളിക്ക് കിട്ടേണ്ട സേവന വേതന വ്യവസ്ഥകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അങ്ങോട്ട് നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുതന്നെ അത്തരത്തിൽ നിയമ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് എന്നാൽ നമ്മുടെ ആവശ്യം അവർ അംഗീകരിച്ച് നൽകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ? അത് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് പോലും നമ്മൾ പറയണം നമ്മുടെ ആവശ്യങ്ങൾ. എന്റെ ആവശ്യം എന്റെ തൊഴിൽ അംഗീകരിക്കുക എന്നാണ്. ആ തൊഴിൽ അംഗീകരിച്ചാൽ മാത്രമേ എന്റെ മക്കൾക്കടക്കം കിട്ടേണ്ട പല ഗുണങ്ങളും ലഭിക്കുകയുള്ളൂ. നിങ്ങൾ അതിനുള്ളൊരു ശ്രമം ഉണ്ടാക്കി. അതിലൊരു പാചക തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ? ഇവിടെ സർക്കാരിന്റെ ശ്രദ്ധയിൽ ലക്ഷക്കണക്കിനുള്ള പാചക തൊഴിലാളികൾ അവരല്ല ഈ പറയുന്ന പരമ്പരാഗത തൊഴിലാളികളോ ഹോട്ടൽ തൊഴിലാളികളോ അല്ല മറ്റു മേഖലയിൽ എടുക്കുന്ന തൊഴിലാളികളോ അല്ല. അവരുടെ കണക്ക് ഏതാണ്? സ്കൂൾ പാചക തൊഴിലാളികൾ. അവർ മാത്രമാണോ പാചക തൊഴിലാളികൾ? ലക്ഷക്കണക്കിന് പാചക തൊഴിലാളികൾ പുറത്തില്ലേ? അവരെ അംഗീകരിക്കണ്ടേ? ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ മന്ത്രി അടക്കം ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലേ ഇതുവരെയായിട്ടും? അതെന്ത് കൂട്ടായുള്ള പ്രവർത്തനമില്ലായ്മ? നമ്മൾ സംഘടിച്ച് ഈ ആവശ്യങ്ങൾ പറയണം, ശ്രദ്ധ കൊടുക്കണം. മന്ത്രിയടക്കം സർക്കാരിലടക്കം അതിനുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കണം നമുക്ക്. ഈ കാസർഗോഡ് തൊഴിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംഘടന. തൊഴിലിടങ്ങളിൽ നിന്നുണ്ടാകുന്ന ചൂഷണവും മാനസികമായ ശാരീരികമായ പീഡനങ്ങൾ. ഇത് ടീം മാറിയല്ലോ, അവന്റെ കൂടെ ആളുണ്ടല്ലേ. അനുഭവം ഞാൻ പറയാം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഒരു പാചക തൊഴിലാളി 3 വർഷത്തോളം തൊഴിലെടുത്ത് അകാരണമായിട്ട് അയാൾ ഒഴിവാക്കി. ഒരു സ്ഥാപനത്തിൽ കാറ്ററിംഗും ഹോട്ടലിലേക്കുള്ള അയാൾക്ക് അനുവദിച്ച അവകാശം പോലും കൊടുക്കാതെ ഒഴിവാക്കി. കുറച്ച് പ്രായം ചെന്ന മനുഷ്യനാണ്. അയാൾക്ക് പ്രായമായി ഇയാളെ കൊണ്ടൊന്നും ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പത്തിനെ അവിടേക്ക് കയറ്റി. ഓക്കെ, പക്ഷേ ലേബർ ആക്ട് പ്രകാരം കൊടുക്കേണ്ട ആനുകൂല്യമുണ്ട്, അത് കൊടുത്തില്ല. ചോദ്യം ചോദിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ന്യായമായിരിക്കണം. എല്ലാ പൊതു പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന് നിങ്ങൾക്കറിയാം, മനോരമ പത്രങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ഫുൾ പേജ് കാഞ്ഞങ്ങാടിന്റെ വികസനത്തെക്കുറിച്ചും കാഞ്ഞങ്ങാടിന്റെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ലേഖനം, ഒരു ഫുൾ പേജ് പരസ്യമാണ് കാഞ്ഞങ്ങാട്ട് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചെയർപേഴ്സണും രണ്ടാമത് കാഞ്ഞ വ്യാപാര വ്യവസായിക സമിതിയുടെ പ്രസിഡന്റ് നൽകി എൻ്റെ ഇതുണ്ടായിരുന്നു. ബാക്കി എല്ലാ മേഖല ആൾക്കാരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം ഒരുപാട് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ഒരു സെറ്റപ്പോട് കൂടി ഒരു ഭാഗത്ത് ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകളെ ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ വിജയമാണ് എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. ഇത് ഹോട്ടൽ എന്ന് പറയാനുണ്ട്. ഇത് പല മേഖലകളിലും ഒരു എല്ലാം ഫീസും കാര്യമൊക്കെ ഏകീകരിക്കുന്ന സ്വഭാവം വന്നിട്ടുണ്ട്. അത് നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു എളിയ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, പല പാചകക്കാരും പല വിധത്തിലുള്ള റേറ്റുകളാണ് എന്നോടക്കമുള്ളവരോട് വാങ്ങിക്കൊള്ളുന്നത്. അപ്പൊ അതിലൊരു ഏകീകരണ സ്വഭാവം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഡൽഹി പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കരോൾ ബാഗിലെ ഫുട്പാത്തിൽ ഒരു സാധനം വാങ്ങാൻ ഞാൻ പോയി. നമ്മളെല്ലാവരും വിചാരിക്കും ഫുട്പാത്തിൽ ബാർഗൈൻ ചെയ്തെങ്കിൽ 500 പറഞ്ഞാൽ 100 കൊടുത്താൽ മതി,
അല്ല അങ്ങനെയല്ല നമ്മള് ധാരണ. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു കുട്ടികളെ ഒരു ക്വാർട്ടേഴ്സ് ഇല്ലേ, നമ്മൾ വിചാരിക്കും അവര് 650 രൂപ പറഞ്ഞോട്. ഞാൻ വിചാരിച്ച അപ്പുറത്ത് അവിടെ നമുക്ക് അപ്പുറത്ത് വാങ്ങാൻ 200 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു. 650 തന്നെയാണ്. 10-12ഓളം ആളുകളുടെ അടുത്ത് ഞങ്ങൾ വാങ്ങാൻ പോയി, സാധനം വാങ്ങാൻ പോയി. അവര് ഒറ്റ കുറച്ച് 650 കുറച്ച് നോ ബാർഗൈനിങ്. അപ്പൊ അവരുടെ തീരുമാനമാണ്. അതുപോലെ കെട്ടുറപ്പുള്ള ഒരു തീരുമാനം ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മർച്ചന്റ്സ് അസോസിയേഷന്റെ ഒരു കുടുംബ സംഗമം നമ്മളെ പടന്നക്കാട് ബേക്കറി ക്ലബ്ബിൽ വെച്ച് നടത്തിയിട്ടുണ്ടായി. ഏകീകരണം ഉണ്ടായെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടും, ഉറപ്പാണ്. എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യത നമുക്ക് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കരുത്. ഞാൻ ഈ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ നിങ്ങൾ പറഞ്ഞതാണ്. ഈ കാറ്ററിംഗ് ഉള്ള ഒരു കാഞ്ഞങ്ങാട് ഒരുപാട് മെമ്പർമാരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഓഫീസും കാര്യങ്ങളും ഉണ്ടാവും. ഇന്ന് ഈ യോഗത്തെ പങ്കെടുത്ത ഇതിനെ വിജയിപ്പിച്ച തട്ടുകടയിൽ അയാൾ വേതനമായിട്ട് അവിടെ വെച്ച് തരും. നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 50 റുപ്യ 300 റുപ്യുണ്ട് ഹോട്ടലിൽ ചായക്ക്. അവിടെ താഴെ ചൊവ്വ ഒരു സൂപ്പർ മാർക്കറ്റ് മാളില്ലേ, നെസ്റ്റോ മാളിൽ പോയി കഴിഞ്ഞാൽ 300 റുപ്യ കാപ്പിക്ക്. അവരോട് പറയാൻ പറ്റില്ല. പക്ഷെ 3 കോടികളുടെ കാപ്പി ഉണ്ടാവും. ആ വരുന്ന സ്റ്റൈല്, ആ ഇരിക്കുന്ന ആകൃതികള്, അതിന്റെ സ്റ്റൂള്. അപ്പൊ ലക്ഷങ്ങൾ മുതൽ മുടക്കിയിട്ടാണ് ഓരോരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ നിലവാരങ്ങള് നമ്മളുണ്ടാവും. അപ്പൊ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അവര് രാവിലെ വന്നിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് 1 കിലോത്തിന് 150 റുപ്യ. അവര് കുറ്റം പറയുന്നല്ല, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അവര് കൂലി വാങ്ങുന്നുണ്ട്. പിന്നെന്താ, നമ്മള് 100 കിലോ വെക്കേണ്ടത് അവർ 20 കിലോ 30 കിലോ തന്നെ ചൂടും. അപ്പൊ ഞങ്ങൾ നിന്ന് സംഘടിച്ചു കഴിഞ്ഞാൽ ഇതല്ലാതെ ഇതിന്റെ കൂടെ നമ്മളെ കൂലിയിലൊന്ന് സംഘടിക്കുക. അതേപോലെ തന്നെ നമ്മളെ സംസ്ഥാന സെക്രട്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ലിസ്റ്റിന്റെ നിലവിലെ പട്ടികയുണ്ട്. ആ കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ സംഘടിച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് എന്താണ് ഉത്സാഹിക്കണം സംഘടനക്കാണ്. അപ്പൊ പലതരത്തിലുള്ള കൂലികളും നിശ്ചയിക്കാൻ പറ്റൂലല്ലോ, ഒറ്റ തരത്തിലാണ്. അപ്പൊ നമ്മളാദ്യം പറയുന്നത് എന്താണ്, ഞങ്ങള് കൃത്യമായിട്ട് കൂലി കൂടുതൽ വാങ്ങുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പില ഒരു വ്യക്തി കൂടിയാണ് അഷറഫ്ക. അത് ഒരു 2 വാക്ക് അവരെ നമ്മൾ ക്ഷണിക്കുന്നു, ബഹുമാനത്തോടെ അവരെ ക്ഷണിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എനിക്ക് 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത്. നമ്മൾ ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ച് ഏകദേശം 1 മാസം 1.5 മാസത്തോളമായി. അന്ന് തൊട്ട് തുടങ്ങിയതാണ് കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ പാചക തൊഴിലാളികളും ഈ സമ്മേളനത്തിൽ നിർബന്ധമായും വരണമെന്ന്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു മണ്ഡലത്തിലെ ആൾക്കാർ തികച്ചും ഇവിടെ കാണുന്നില്ല. അത് ഒരു ദുഃഖകരമായ കാര്യമാണ്. അപ്പൊ ഇതിന് മുമ്പോട്ട് നമ്മുടെ സംഘടനയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് ഇതിന്. അപ്പൊ അതുപോലെ തന്നെ നേരത്തെ അസീസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, എല്ലാവരും കൂട്ടവുമായി നല്ല ഒരു കൂലി നിയമിക്കണമെന്ന്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ, ആ കൂലി ഒരു നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഇവർ പോയി അവരെക്കാളും കുറച്ച് ഞാൻ വെച്ച് വിളമ്പി തരാ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇതേ കൂട്ടത്തിലുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. കാരണം അതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി കിട്ടും, എല്ലാവർക്കും കൂലി കിട്ടും. ഇതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഒരു പാവപ്പെട്ടവൻ ഇന്ന് രാവിലെ പോയി നാളെ വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് അവന്റെ കുടുംബം പോറ്റാണ്. അപ്പൊ ആ സമയത്ത് ഞാനൊരു 10,000 രൂപ പറഞ്ഞു, ഞാൻ 6,000 രൂപ എടുത്തു തരാമെന്ന് പറയുന്നില്ലേ, ആ വാക്കുണ്ട്. അത് ഇന്നു മുതൽ മാറ്റണം. അത് നിർബന്ധമായി മാറ്റിയേ പറ്റും. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നവരോട് നടത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും തയ്യാറാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. കാരണം പാചകം ഒരു കലയാണ്. ഇത് ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കലയല്ല. നമ്മൾ ഒത്തുചേർന്നാൽ ഇതിലും വലിയൊരു സമ്മേളനം നമുക്ക് നടത്താൻ കഴിയും. കാരണം ഒരുപാട് പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ട് വരാൻ പറ്റാത്ത എന്തുപോലും ഇന്ന് നമ്മൾ ഈ പരിപാടിയിലേക്ക് എത്തി
3 പ്രാവശ്യം ക്ഷണിക്കാൻ പോയിട്ട് പോലും അയാൾ നമ്മളെ പരിപാടിയിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എംപിനെ ക്ഷണിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു, 3 പരിപാടിയിൽ പോലും നിങ്ങൾ ഞങ്ങളെ പരിപാടിയിലേക്ക് പങ്കെടുക്കാത്ത നിങ്ങളെ വീണ്ടും ഞങ്ങൾ ക്ഷണിക്കാൻ വന്നു. ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എംപിക്ക് 1000 ഈ സംഘടനയും ഈ മുഴുവൻ ജനങ്ങളെയും ഈ ഒത്തൊരുമയെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മാത്രം തെളിയിച്ചുകൊണ്ട് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് പാചകത്തൊഴിലാളി, ജയ് ഹിന്ദ്. നമ്മൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തി നിയമസഭയിൽ 2 പ്രാവശ്യവും അവതരിപ്പിച്ച നമ്മളെ പ്രിയപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന് സാഹിബ് അവരുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഈ കമ്മിറ്റിക്ക് വേണ്ടി, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇനിയും ഞങ്ങളുടെ നിയമസഭയിൽ സാറ് ചർച്ച ചെയ്യണം. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടാവണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ 2 വാക്ക് പറയുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു ജിജ്ഞാസ എനിക്കുണ്ടായി. ആ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാനാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. ഭക്ഷണം കഴിച്ചു, നല്ല ഭക്ഷണം. അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഈ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു അതിഥി എന്ന നിലയിലല്ല ഇപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഞാൻ ഒരു ആതിഥേയനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഞാൻ കേരള നിയമസഭയിൽ കഴിഞ്ഞ 14 വർഷക്കാലം കാസർഗോഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ്. അത്ര വലിയ പ്രഗത്ഭനായ MLA ഒന്നുമല്ല. എനിക്ക് മുമ്പ് വളരെ പ്രഗത്ഭമതികളായ MLA-മാർ സഭയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എന്നേക്കാൾ എത്രയോ പ്രാഗൽഭ്യമുള്ള നിയമസഭാ സാമാജികർ നിയമസഭയിലുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ നിയമസഭാ ജീവിതത്തിലെ എടുത്തു പറയേണ്ട ഒരു സംഭവമായി, ഒരു അനുഭവമായി ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ല് എനിക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതാണ്. ആ ബില്ലാണ് വളരെ ചർച്ചാ വിഷയമായി. അപ്പോൾ ഈ നമ്മുടെ പാചക തൊഴിലാളികൾ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അവർ വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ക്ഷേമനിധി ഇപ്പോൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ഷേമനിധി കണക്കാക്കുന്നത് എൻ്റെ ആവശ്യം ആ ബില്ലിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ ഇപ്പോഴും അതിനുശേഷം ആ ബില്ല് അവതരിപ്പിച്ചതിന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ഉണ്ട്. അദ്ദേഹം എനിക്ക് പലതവണ എനിക്ക് ഒരു നിവേദനം ഒക്കെ അയച്ചു തന്നിരുന്നു. ആ നിവേദനത്തിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഈ കുക്കിങ്ങിനെ ഒരു തൊഴിലായി അംഗീകരിക്കുന്നതുവരെ നമുക്ക് നമ്മുടെ പോരാട്ടം തുടരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കില്ല. ഒരു സബ്മിഷൻ കൊണ്ടുപോയാലൊന്നും അതിന് അംഗീകാരം കിട്ടുകയില്ല. അപ്പോൾ അതിൽ എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ ഈ ഇവരുടെയൊക്കെ ജില്ലയിൽ, കാസർഗോഡിന് പുറത്തുള്ള ജില്ലകളിൽ, കേരളത്തിലെ 13 ജില്ലകളിൽ, ആ 13 ജില്ലകളിലെ മണ്ഡലങ്ങളിലുമൊക്കെ ഈ രാത്രികാല പോസ്റ്റ്മോർട്ടം നടക്കാറില്ല. രാത്രി വൈകുന്നേരം ഇപ്പോൾ 4 മണിക്ക് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട അയാളുടെ ബോഡി, മയ്യത്ത് നമുക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആ മോർച്ചറിക്ക് പുറത്ത് 24 മണിക്കൂർ മഴയത്തും വെയിലത്തും ഇരുട്ടിലും ഒക്കെ കാത്തു നിൽക്കേണ്ട. എൻ്റെ മണ്ഡലത്തിലെ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ 3-4 വർഷമായി 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്, രാത്രിയും പകലും. അപ്പോൾ അത് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ, ഞാൻ MLA ആയ ഉടനെ തന്നെ എൻ്റെ ഒരു മനസ്സിലുണ്ടായ ഒരു ആശയമായിരുന്നു അത്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ അപകടമുണ്ടായാൽ ഞാൻ ആശുപത്രിയിൽ പോകും, മോർച്ചറിയിൽ പോകും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായ ആശയം, സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കുടുംബത്തിലെ അംഗമാണ് എങ്കിൽ ആ കുടുംബത്തിന് ഉണ്ടാകുന്ന വേദന എത്രമാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപകടത്തിൽ പെട്ടു അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതിനേക്കാളും
സങ്കടകരമാണ്. ആ മയ്യത്ത് ആ ബോഡി വിട്ടുകിട്ടുന്നതിന് മോർച്ചർ നടക്കുന്ന മോർച്ചറിക്ക് മുമ്പിൽ ഇങ്ങനെ കാത്ത് കെട്ടിക്കെടുക്കുക എന്ന്. കാരണം രാത്രി 4 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം 44 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് പറയും. അപ്പോൾ ആദ്യം സർക്കാർ സമ്മതിച്ചില്ല. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയായിരുന്നു. ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല ഓരോ നിയമസഭാ സമ്മേളനം നടത്തുമ്പോഴും എൻ്റെ വക 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി സബ്മിഷൻ ഉണ്ടാകുമായിരുന്നു. അവസാനം 7ാമത്തെ സബ്മിഷൻ അവതരിപ്പിച്ചതിന് ശേഷമാണ് ഗവൺമെന്റ് 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ആവാമെന്ന് സമ്മതിച്ചത്. അതിന് അനുസൃതമായ സർക്കാർ ഉത്തരവും ഇറങ്ങി. അപ്പൊ ഇപ്പോൾ കേരളത്തില് 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഏക ആശുപത്രി കാസർഗോഡ് ജനറൽ ആശുപത്രിയാണ്. നമ്മൾ 1 പ്രാവശ്യം ആവശ്യപ്പെട്ടു, 2 പ്രാവശ്യം ആവശ്യപ്പെട്ടു. അപ്പൊ നമ്മൾ പത്തി ഇങ്ങനെ താഴ്ത്തി മിണ്ടാതിരിക്കാൻ പാടില്ല. നമ്മളെ പോരാട്ടം തുടരണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം എൻ്റെ കൂടെയുണ്ട്. അപ്പൊ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള പോരാട്ടം ഞാൻ തുടരും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് ആ കാര്യത്തിലുള്ള എൻ്റെ പ്രതീക്ഷയും വിശ്വാസം. നാട്ടുകാരെ പല ആളുകളും ഇവിടെയുണ്ട്. സാദിക്ക് എൻ്റെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ്. എൻ്റെ നാട്ടിലെ മാത്രമല്ല കാസർഗോഡ് അറിയപ്പെടുന്ന താരുദ്ദീൻ ഉപ്പറക്കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവരെല്ലാം എന്നെ ക്ഷണിച്ചത്. അപ്പൊ ഞാൻ ഇവിടെ വരാത്തത് കൊണ്ട് എനിക്കുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ ഞാൻ കൊണ്ടുപോകും. അതെന്താണ്? കാരണം ഇപ്പൊ സാധാരണ ഒരു MLA എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊക്കെ പല അതിഥികളും വരുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും സാധിക്കുകയും ഇവരെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. നല്ല ഭക്ഷണമൊന്നും ഉച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ യോഗത്തിലേക്ക് വന്നില്ലെങ്കിൽ അവർ വിചാരിക്കും ഇയാൾക്കൊരു പാഠം നമ്മൾ പഠിപ്പിക്കണം. പിന്നെ ഞാൻ പറയുമ്പോൾ വിചാരിക്കും അന്ന് ഞങ്ങൾ വിളിച്ച യോഗത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് ഭക്ഷണം തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ആകെ കുടുങ്ങിപ്പോകും. അതോർത്തിട്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾ പലരെയും എന്നെ മാത്രമല്ല ഞാൻ പറയാം, കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് നമ്മുടെ നാട്ടില് പലരും കല്യാണം കഴിക്കുന്നു. വരുമ്പോ നമ്മൾ പറയും എന്തൊരു കല്യാണമാണ്, ഭയങ്കര അതിന്റെ മതമൊക്കെ പറയും, അപദാനങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയും. അതിന്റെ ആ കല്യാണത്തിന്റെ മതമൊക്കെ പറയും. നമ്മൾ ആ മതം പറയുന്നത് ഇപ്പൊ നമ്മൾക്കറിയില്ല ഇത്രയും കോടിക്കണക്കിന് രൂപ അവിടെ ആ കല്യാണത്തിന് അവർ ചെലവഴിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നും കോടിക്കണക്കിന് ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന്. നൽകിയത് പണം ചെലവിട്ടത് അയാളാണ്, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ആ വീട്ടുകാരനോട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വല്ല വിദ്വേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ നല്ല പണിയും കൊടുക്കാം. ഒന്നെങ്കിൽ കുറച്ച് ഉപ്പ് അധികം ഇടാം, അല്ലെങ്കിൽ മുളക് അധികം ഇടാം. പിന്നെ ആ ഭക്ഷണത്തിന് കുറച്ച് ഉപ്പിട്ടാൽ അത് മുളക് കൂട്ടിയിട്ടാൽ പിന്നെ കോടിക്കണക്കിനുള്ള ചെലവഴിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അറിയാവുന്നത്. പിന്നെ അയാളെ കോടിക്ക് വിലയില്ല. അപ്പോൾ ഒരു കല്യാണത്തെ നല്ലതാക്കുന്നത് ചീത്തയാക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ട്. അതുപോലെ തന്നെ ഏത് പരിപാടിയായാലും വലിയ വലിയ ആളുകൾ വരുന്ന പരിപാടികൾ. അപ്പോൾ എനിക്കറിയാം നിങ്ങളിപ്പോ ഈ നല്ല ഭക്ഷണം ഒഴിക്കുക മാത്രമല്ല, ചിലപ്പോ വലിയ കല്യാണത്തിന് ആളുകളെ ക്ഷണിച്ചാല് ആ വീട്ടുകാരന്റെ റോള് പോലും നിങ്ങൾ എടുക്കുന്നുണ്ട്. അതും കൂടി ഞാൻ വിവരിക്കാം. ഇപ്പൊ സാധാരണ MLA-മാരുടെ പണി എന്താണ്? നാട്ടിലെ പാലവും റോഡും കെട്ടിടവും കൊണ്ടുവരുന്നത് മാത്രമല്ല MLA-മാരുടെ പണി. MLA-മാരുടെ പണി എന്ന് പറയുന്നത് നാട്ടില് എവിടെയൊക്കെ കല്യാണമുണ്ടോ അവിടെയൊക്കെ പോകുക എന്നതാണ്. നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി തിരിച്ചുവിട്ടതായി അറിയിച്ചു. അടുത്ത കലാപരിപാടിയാണ് നടക്കാൻ പോകുന്നത്. നമ്മളെ കുഞ്ഞു മക്കളെ നമ്മളെ കൂടപ്പുറത്തിന്റെ പരിപാടിയാണ് നടക്കുന്നത്. അതിന് എല്ലാവരും സഹകരിക്കണം. എല്ലാവരും കണ്ട് ആസ്വദിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതുവരെ പരിശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ വളരെ അഭിമാനിക്കുന്നു. കണ്ണൂർ
സംസാരിക്കും. ഈ പരിപാടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മോഹൻ ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. यानी बिरयानी. टेस्टी बिरयानी? Yes, master chef. வெஜ் பிரியாணில ஸ்டார்ட் பண்ணி பன்னீர், மஷ்ரூம், எக், சிக்கன், மட்டன், ஃபிஷ், prawn, crab. லிஸ்ட் ரொம்ப பெருசா இருக்கே. சாப்பிட்டா செம்ம டேஸ்டா இருக்கும். ஏன்னா A1 SKC நெய் தானே. A1 SKC பசு நெய் சேர்த்தாலே செம்ம டேஸ்ட். Always the title winner. City Gold, Gold and Diamonds, Kerala and Karnataka.